ഉദഹിയത്തിന്റെ സമയമാണ്. രണ്ടാമത്തെ ഭാഗം അതുകൊണ്ട് ഹുസൈനുമായി ബന്ധപ്പെട്ട് മൊത്തമൊക്കെ ആ വിഷയത്തിലേക്ക് രണ്ടാമത് SYSന്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ നമ്മുടെ നാട് കാണാൻ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഴുവൻ ആളുകളും ഉണ്ടായ സന്തോഷമാവും അറിയിക്കുന്ന എല്ലാവരും ഇതാണ്. മറ്റൊന്ന് അറിയിക്കേണ്ടത് SSFന്റെ അവരൊരു പെരുന്നാൾ കിറ്റിന്റെ വിതരണം നടത്തുന്നുണ്ട്. കാശ് കൊടുത്താൽ 11 സാധനം കിട്ടും. അരി അടക്കമുള്ള പപ്പടം അടക്കമുള്ള 11 സാധനങ്ങൾ. അത് വാങ്ങിയാൽ നമുക്ക് പെരുന്നാൾക്ക് സാധനമായി ചെയ്ത് പ്രത്യേക സംഘടനാ പ്രവർത്തനം ചെറിയ സഹായം. ഹജ്ജിന്റെ സമയമാണല്ലോ, അതിൽ പോയിട്ടില്ല. അള്ളാഹുതആല നമുക്ക് പറയാറുണ്ട് ഈ ഉദഹിയത്തിന്റെ കാര്യത്തിൽ. സുബൈർ പറഞ്ഞ ഹദീസ് വളരെ ഗൗരവമുള്ള 2 ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോകാൻ കഴിവുള്ള ആളുകൾ അതിന് പോകാതിരുന്നാൽ അവന് ഭൂതനോ മറ്റോ ആയി മരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മരിക്കാൻ സാധ്യത ഉണ്ട്. അത്രയും ഗൗരവമാണ് ആ സംഭവം. അതുകൊണ്ട് ഹജ്ജിന് പോണ കാര്യം ചിന്തിക്കണം. ഹജ്ജ് നിർബന്ധമില്ല എന്ന് ചോദിച്ചാൽ ഇസ്ലാം പോയിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അതുകൊണ്ട് ആ കാര്യം കഴിവുള്ളവർ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ പടച്ചവർക്ക് ഇതിനുവേണ്ടി പുറപ്പെട്ട ഞങ്ങളുടെ നാട്ടിലുള്ളവർ മറ്റു നാട്ടിലുള്ളവർ എല്ലാവർക്കും പൂർണ്ണമായ സിയാറത്ത് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചതിനുപരി എല്ലാ കർമ്മങ്ങളും ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വരാൻ വേണ്ടി പോയി അവിടെ വെച്ച് മരണപ്പെട്ട മാന്യക്കടക്കം മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്റെ നാട്ടിൽ അരങ്ങത്ത് മുഹമ്മദാജി എന്ന് പറഞ്ഞ ഒരാൾ പോയി 5-ാം കൊല്ലം മരണപ്പെട്ടു. അള്ളാഹു വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അള്ളാഹു വിളിച്ചാൽ നമ്മുടെ മരണക്കണക്കാക്കി നമ്മളറിയില്ല. ഈ 208 ലിസ്റ്റിൽ ഒരു ദിവസം നമ്മുടെ പേര് വരും. നമുക്ക് ആലോചിക്കാൻ വല്ലാത്ത സംഭവമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി ആഖിറത്ത് നന്നായി മരിക്കാൻ ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നീ കബൂലാക്കണം അല്ലാഹ്. ബിരുദയുടെ പേരിൽ ഉദയത്തിന്റെ കാശ് നാളെ പരലോകത്ത് വലിയ ഉപകാരമുള്ളതാക്കി തരണം അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ കബൂലാക്കണം റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പെട്ടെന്ന് വിളിച്ച് ഞങ്ങൾ ഭാര്യമാരെ വിധവകളാക്കരുത് റഹ്മാനെ. മക്കളെ അനാഥരാക്കരുത് അല്ലാഹ്. ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മ ചെയ്യാൻ ആഫിയത്തും ദീർഘായുസ്സും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവസാനം നബിയോട് കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ഞാൻ ആ 11 സാധനങ്ങൾ വായിച്ചിട്ടില്ല. അരിയടക്കം ഒരുപാട് വായിച്ച് നേരത്തെ കിട്ടണം. 500 രൂപയുണ്ട്. എല്ലാവരും വാങ്ങണം. 208 ആളുകൾ